നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചോറൊഴിവാക്കി ചപ്പാത്തി മാത്രം ജയിൽ ചാട്ടത്തിനായി ഗോവിന്ദച്ചാമിയുടെ സ്പെഷ്യൽ ഡയറ്റ. ജയിൽ ചാടി ഉടൻ തന്നെ പദ്ധതിയിട്ടത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും അവിടെ നിന്ന് നാട് വിടാനുമെന്ന് ഗോവിന്ദച്ചാമി. ടാർസൻ പോലും ചെയ്യാത്ത രീതിയിലാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. ദുരൂഹത ആരോപിച്ച വി.ഡി. സതീശൻ. ആഭ്യന്തര വകുപ്പ് എന്ന സിസ്റ്റം കൂടി തകരാറിലായെന്ന് മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ. പ്രതിയെ പിടികൂടിയ പോലീസുകാരോട് നന്ദിയുണ്ടെന്ന് സൗമ്യയുടെ അമ്മ തിരഞ്ഞെടുപ്പ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്തുണ ജഗദീഷിന്. പിന്തുണ ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാശിയേറിയ പോരാട്ടം. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യത. വാർത്തകൾ വിശദമായി. ജയിൽ ചാടിപ്പിടിയിലായ സൗമ്യ കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജയിൽ ചാടിയുടൻ താൻ പദ്ധതിയിട്ടത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും അവിടെ നിന്ന് നാടുവിടാനുമെന്ന് ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞു. നാടുവിടുന്നതിന് മുൻപ് മോഷണം നടത്താനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പദ്ധതി. വീടുകൾക്ക് സമീപത്തെത്തിയത് മോഷണം ലക്ഷ്യമിട്ടാണ്. എന്നാൽ നേരം വെളുത്തതോടെ ലക്ഷ്യം പാളി. പിന്നീട് ആളുകൾ തിരിച്ചറിയും എന്നതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും കിണറ്റിൽ ഒളിച്ചിരിക്കുകയുമായിരുന്നു. 1.5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽ ചാടിയതെന്നും പാത്രങ്ങളും ഡ്രമ്മും ഉപയോഗിച്ചാണ് മതിലിന് മുകളിലേക്ക് കയറിയതെന്നും ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞു. ഹാക്സോ ബ്ലേഡ് കൈക്കലാക്കി സെല്ലിന്റെ ഇരുമ്പ് കമ്പി മുറിച്ചു. തുടർന്ന് ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി മതിലിനടുത്തെത്തി. പാത്രങ്ങളും ഡ്രമ്മും നിരത്തിവെച്ച ശേഷം തുണി ഉപയോഗിച്ച് വടമുണ്ടാക്കി അത് മതിലിന് മുകളിലേക്ക് ഫെൻസിംഗിലേക്ക് എറിയുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 ജയിൽ ചാടി ഗോവിന്ദച്ചാമിയെ 10:30 പോലീസ് കണ്ടെത്തിയത്. തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ നിന്നായിരുന്നു ഇയാളെ കണ്ടെത്തിയത്. മാസങ്ങൾക്ക് മുൻപുള്ള തയ്യാറെടുപ്പ്. ഗോവിന്ദച്ചാമിയുടെ പക്കൽ നിന്നും ചെറിയ ആയുധങ്ങൾ കണ്ടെടുത്തു. പോലീസ് ജില്ലയിൽ ഉടനീളം സമഗ്ര അന്വേഷണം നടത്തിയെന്നും കൃത്യമായ സെർച്ച് ഓപ്പറേഷൻ വഴിയാണ് പ്രതിയെ പിടികൂടിയതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു. സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പദ്ധതി ആരംഭിച്ചുവെന്ന് പോലീസ്. ചാടിപ്പോയ വിവരം മനസ്സിലാക്കിയ ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ജില്ലയിലുടനീളം പരിശോധന വ്യാപിച്ചിരുന്നുവെന്നും കൃത്യമായ സെർച്ച് ഓപ്പറേഷൻ വഴിയാണ് പ്രതിയെ പിടികൂടിയതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് പുലർച്ചെ 4:15 പ്രതി ജയിൽ ചാടിയത്. വിവരം പുറത്തുവിട്ടതോടെ പൊതുജനങ്ങളിൽ നിന്ന് ചിലർ ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ 3ഓളം പേർ കൃത്യമായ വിവരം നൽകി. സ്ഥലത്ത് എത്തുമ്പോൾ കിണറ്റിനുള്ളിൽ മറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരുന്നു ഇയാളെ കണ്ടെത്തിയത്. പ്രതി ജയിൽ ചാടാൻ ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് കണ്ടെത്തും. പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉപയോഗിച്ചുവെന്നും കണ്ടെത്തും. M5 ന്യൂസ് കണ്ണൂർ. പീഡനക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഹെഡ് വാർഡൻ ഉൾപ്പെടെ 3 പേരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ടാർസൻ പോലും ചെയ്യാത്ത രീതിയിലാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജയിലിനകത്തു നിന്നും പുറത്തുനിന്നും ഗോവിന്ദച്ചാമിക്ക് എല്ലാ പിന്തുണയും ലഭിച്ചിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. പ്രതിയെ കിട്ടിയത് തന്നെ മഹാഭാഗ്യമാണ്. ഒരു കൈക്ക് സ്വാധീനമില്ലാത്തയാൾ ഏകാന്ത തടവിൽ നിന്ന് രാത്രി 1:15 കമ്പികൾ മുറിച്ച് പുറത്തു വന്നതിലും നീളമുള്ള തുണി കൊണ്ട് ഇത്രയും വലിയ മതിൽ ചാടിക്കടന്നതിലും ഒരുപാട് ദുരൂഹതകളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഒരുപാട് ദുരൂഹതകളാണ് ആ ജയിൽ ചാട്ടത്തിലുള്ളത്. കാരണം ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി 1:15 കമ്പി കൊണ്ട് ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻ്റ് ആയിരുന്നു, ഏകാന്ത തടവായിരുന്നു. അവിടെ നിന്ന് അത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി അവിടെ നിന്നാണ് തുണി കൊണ്ട് ഇത്രയും വലിയ മതിലുമ്മ ചാടി കിടന്ന് അത് അപ്പുറത്തേക്കിട്ട് ആ അപ്പുറത്തേക്ക് ചാടി ഇയാൾ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ജയിലിൻ്റെ അകത്ത് നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തു നടന്നിട്ടുണ്ട്. അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ്. ആ ക്രിമിനലുകൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കുൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ്, ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോൾ, ഇഷ്ടമുള്ള ഭക്ഷണം, അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ നേരത്തെ ഭക്ഷണത്തിൻ്റെ, ഇഷ്ടമുള്ള മദ്യം, ലഹരി മരുന്ന്. മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായിസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവരുടെ ഇരിക്കുന്നത്. ഏറ്റവും ഞാൻ പറയില്ല, ബ്രാൻഡ് ഞാൻ പറയില്ല, ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിലിരിക്കുകയാണ്. ആ ജയിൽ എന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ്. ഞങ്ങളിത് ഗോവിന്ദച്ചാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല,
ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ജയിൽ അങ്ങനെയാണ്. അവിടെ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ, ആരും വിശ്വസിക്കില്ലല്ലോ, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ. എന്നിട്ട് 5 മണിക്കാണ് ജയിലധികൃതർ അറിഞ്ഞത്, 7 മണിക്കാണ് പോലീസ് അറിഞ്ഞത്. അപ്പോൾ അയാൾക്ക് ഒരു ഗോൾഡൻ അവേഴ്സ്, അന്വേഷണത്തിൻ്റെ ഗോൾഡൻ അവേഴ്സ് അയാൾക്ക് വിട്ടുകൊടുത്തു. ഇപ്പം സാധാരണക്കാരായ മനുഷ്യർ കാണിച്ച ജാഗ്രത കൊണ്ടാണ് ഇയാൾ പിടിയിലായത്. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഇത് വളരെ അപമാനകരമാണ്, സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. സർക്കാർ പ്രിയപ്പെട്ടവർ ആ ജയിലിലുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. ഗോവിന്ദസ്വാമിയും കൂടി സർക്കാരിന് പ്രിയപ്പെട്ട ആളായിരുന്നു, പിന്നും രാവിലെയാണ് മനസ്സിലായത്. ബാക്കി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട്. സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ജയിലിലുണ്ട്. ഗോവിന്ദസ്വാമിയും കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് ഇന്നാണ് മനസ്സിലായത്. ജയിലിനകത്തു നിന്നും പുറത്തു നിന്നും ഗോവിന്ദസ്വാമിക്ക് എല്ലാ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങളാണെന്നത് പ്രതിപക്ഷം പല പ്രാവശ്യം നിയമസഭകത്തും പുറത്തും ഉന്നയിച്ചിട്ടുണ്ട്. ക്രിമിനലുകൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് അവിടെ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും മദ്യവും ലഹരിയും ഏറ്റവും ആധുനികമായ ഫോണുകളുമാണ് അവർ ഉപയോഗിക്കുന്നത്. കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെയാണ് ജയിൽ ജീവിതമെന്നും VD സതീശൻ ആരോപിച്ചു. കൊടുങ്കുറ്റവാളി ഗോവിന്ദസ്വാമി ജയിൽ ചാട്ടത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഗുരുതര വീഴ്ചയെന്ന മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി അവസാനിപ്പിക്കാമെന്ന് സർക്കാർ കരുതേണ്ടെന്ന് മുരളീധരൻ പറഞ്ഞു. പ്രതിക്ക് ജയിലിനകത്തു നിന്നും പുറത്തുനിന്നും സഹായം കിട്ടിയിട്ടുണ്ട്. പതിവ് പോലെ മുഖ്യമന്ത്രിക്ക് മൗനം പാലിക്കാനാവില്ല. ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ പിണറായി വിജയൻ ബാധ്യസ്ഥനാണെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ ഒരു സിസ്റ്റം കൂടി തകരാറിലാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത്തവണ തകരാറിലായിട്ടുള്ള സിസ്റ്റം ആഭ്യന്തര വകുപ്പിൻ്റെ സിസ്റ്റമാണ്. നേരത്തെ മറ്റ് പല സിസ്റ്റം തകരാറുകൾ കേരളത്തിലെ മന്ത്രിമാർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ തവണ ആഭ്യന്തര വകുപ്പ് എന്നുള്ള സിസ്റ്റം കൂടി തകരാറിലാണ് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കും 2 മണിക്കും ഇടയിൽ ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരു കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഏതാണ്ട് 7 മണി വരെ കണ്ണൂർ പോലീസിനെ ഈ വിവരം അറിയിക്കാതിരിക്കുന്നു. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? എന്തുകൊണ്ട് 2 മണി മുതൽ 5 മണിക്കൂർ സമയം ഈ തടവ് ചാടിയ പ്രതിയെ അയാളെ കണ്ടെത്തരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ 5 മണിക്കൂർ സമയം ഈ കാര്യം കണ്ണൂർ പോലീസിനെ അറിയിക്കാതിരുന്നത്? ഈ കാര്യത്തിൽ അന്വേഷണം വേണം. ഈ സംഭവത്തിൽ ജയിലിനകത്ത് നിന്നും പുറത്തു നിന്നുമുള്ള സഹായം ഈ പ്രതിക്ക് കിട്ടി എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടിയതിൽ അഭിനന്ദിക്കേണ്ടത് മാധ്യമങ്ങളെയും നാട്ടുകാരെയുമാണ്. മാധ്യമങ്ങളും നാട്ടുകാരും കാണിച്ച ജാഗ്രത, ആ ജാഗ്രത കാരണമാണ് ഈ പ്രതിയെ 4-5 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനും വീണ്ടും കസ്റ്റഡിയിലെടുക്കാനും സാധിച്ചിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതി മാത്രമല്ല, നിരവധി കൊലപാതക കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകൾ അടക്കമുള്ള സ്ഥലമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമാണ് CPM നേതാവായിട്ടുള്ള P ജയരാജൻ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമാക്കിയത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും സർക്കാരിനും ആ ജയിലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ്. ഈ പ്രതിയുടെ ഈ ജയിൽ ചാട്ടവും കണ്ണൂർ ജയിലിലുള്ള CPMകാരായിട്ടുള്ള പ്രതികളും ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ സംഭവം കേവലം ഒരു പ്രതി ജയിൽ ചാടി, ആ ചാടിയ പ്രതിയെ പോലീസ് തിരിച്ചു പിടിച്ചു, തിരിച്ച് ജയിലിലെത്തിച്ചു, അവിടുത്തെ 4 ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്തു, ഇതോടുകൂടി അവസാനിക്കേണ്ട വിഷയമല്ല.
കേരളത്തിലെ ജയിലുകളെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ, ആ മാഫിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അടക്കം കണ്ടെത്തണം. പ്രതി പുലർച്ചെ ചാടിയിട്ടും 7 മണി വരെ അന്വേഷിക്കാത്തത് എന്തുകൊണ്ട്? ജയിലിലെ CCTV പ്രവർത്തിക്കുന്നുണ്ടോ? മതിലിലെ വൈദ്യുതി വിച്ഛേദിച്ചത് ആരാണ്? തുടങ്ങി സകല ചോദ്യങ്ങൾക്കും ഉത്തരം വേണം. നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും ജാഗ്രത കൊണ്ടാണ് പ്രതി വലയിലായതെന്നും മുൻ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലെ ഒരു സിസ്റ്റം കൂടി തകരാറാണെന്ന് വ്യക്തമായിരിക്കുന്നു. അത് ആഭ്യന്തര വകുപ്പ് എന്ന സിസ്റ്റമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം. ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉന്നതതലത്തിൽ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. സ്വന്തം തീരുമാനപ്രകാരമാണ് അയാൾ ജയിൽ ചാടിയെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. സാഹചര്യ തെളിവുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അത് പുറത്തു വരണമെന്നും അകത്തും പുറത്തും അയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്നും ആരാണ് ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തതെന്നും പുറത്തു വരണമെന്നും ജയിൽ അധികൃതർ പറയുന്നത് വിശ്വസിക്കാനാവില്ലെന്നും MT രമേശ് കൂട്ടിച്ചേർത്തു. ജയിൽ ചാടിയ പ്രതി ഗോവിന്ദചാമി പിടിയിലായതിൽ സന്തോഷമുണ്ടെന്ന് സൗമ്യയുടെ അമ്മ സുമതി. ഗോവിന്ദചാമി കണ്ണൂർ വിടാനുള്ള സമയം കിട്ടിയിട്ടില്ലെന്ന് നേരത്തെ താൻ പറഞ്ഞിരുന്നു. പോലീസുകാർ അയാളുടെ പിന്നാലെ തന്നെയുണ്ടായിരുന്നു. പിടിക്കപ്പെടുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നും പ്രതിയെ പിടികൂടിയ പോലീസുകാരോട് നന്ദിയുണ്ടെന്നും സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു. സർക്കാർ തൊഴിൽ നിഷേധിക്കുന്നത് കൊണ്ട് യുവാക്കൾ നാടുവിടുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമായ റവല്യൂഷൻ യൂത്ത് ഫെഡറേഷൻ പ്രതീകാത്മകമായി സെക്രട്ടേറിയറ്റ് വളഞ്ഞു. തൊഴിൽ നിഷേധിക്കുന്ന സർക്കാർ നാടുവിടുന്ന യുവത എന്ന മുദ്രാവാക്യമുയർത്തി റവല്യൂഷണറി യൂത്ത് ഫെഡറേഷൻ എന്ന RSPയുടെ യുവജന സംഘടനയാണ് പ്രതീകാത്മകമായി സെക്രട്ടേറിയറ്റ് വളഞ്ഞത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നുവെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയുടെ വിഷയങ്ങൾ പറഞ്ഞു. കൂട്ടപ്പലായനം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയുടെ യഥാർത്ഥ അവസ്ഥ തെളിയിക്കുന്നതായിരുന്നു മൈനാപ്പള്ളിയിൽ ദേവലക്കര ബോയ്സ് സ്കൂളിൽ ആ മിഥുൻ എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ ഇടയായത് നമ്മൾ കണ്ടതാണ്. എത്ര നിസ്സംഗതയോടുകൂടിയാണ് അതിനെ സമീപിച്ചത്. അതിനു മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിന്ദു എന്ന് പറയുന്ന സഹോദരിയുടെ മരണത്തിലേക്ക് തള്ളിവിട്ട് ഞാൻ ചോദിച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങളും ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിലായിരുന്നെങ്കിൽ, ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ബിന്ദു മരണപ്പെട്ടതെങ്കിൽ, സമാനമായി കെട്ടിടം ഇടിഞ്ഞു വീണ് മരണപ്പെട്ടതെങ്കിൽ, ഒരു സ്വകാര്യ സ്കൂളിൽ വെച്ചായിരുന്നു മിഥുൻ മരണപ്പെട്ടതെങ്കിൽ എന്നേ അവരകത്തായനെ, അതിന്റെ മാനേജ്മെന്റ് എന്നേ അകത്തായനെ. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം, വനം അടക്കമുള്ള വകുപ്പുകൾക്കെതിരെയും ഷിബു ബേബി ജോൺ ആഞ്ഞടിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം. മകന്റെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് പിതാവിന്റെ പേര് ഒഴിവാക്കി മാതാവിന്റെ പങ്കാളിയുടെ പേര് ചേർത്ത് നൽകിയ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ജസ്റ്റിസ് CS ഡയറ്റിന്റേതാണ് ഉത്തരവ്. പേരിൽ മാറ്റം വരുത്താൻ നഗരസഭ രജിസ്ട്രാർക്ക് അധികാരമില്ലെന്നും പിതൃത്വ നിർണയം ആവശ്യമെങ്കിൽ DNA പരിശോധനയ്ക്ക് ഉൾപ്പെടെ കോടതിയുടെ അനുമതി വേണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ഹർജിക്കാരനെ കൂടി കേട്ട തീരുമാനമെടുക്കാൻ മുനിസിപ്പാലിറ്റി ജനന മരണ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. 2010 ഹർജിക്കാരനും യുവതിയുമായുള്ള വിവാഹം. 2011 മാർച്ച് 7 കുഞ്ഞ് ജനിച്ചു. മുനിസിപ്പാലിറ്റിയിൽ ജനനം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. സ്വന്തം വീട്ടിലേക്ക് പോയ യുവതിയെയും കുഞ്ഞിനെയും 1 മാസം കഴിഞ്ഞപ്പോൾ കാണാതായി. ഹർജിക്കാരൻ ഹേബിയർ കോർപ്പസ് ഹർജി നൽകി. കോടതിയിൽ ഹാജരായ യുവതി സുഹൃത്തിനൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്ന് കോടതിയെ അറിയിച്ചു. 2012 ഉഭയസമ്മതപ്രകാരം വിവാഹമോചനം നേടി. തുടർന്നാണ് കുട്ടിയുടെ ജനനം സർട്ടിഫിക്കറ്റിൽ നിന്ന് പിതാവിന്റെ പേര് ഒഴിവാക്കി മാതാവിന്റെ പങ്കാളിയുടെ പേര് ചേർക്കാൻ അവർ അപേക്ഷ നൽകിയത്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഈ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അതേസമയം പിതാവിന്റെ പേര് തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നും മാറ്റി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഹർജിക്കാരനും യുവതിയും തമ്മിലുണ്ടാക്കിയ കരാറിൽ സുഹൃത്താണ് കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിനാലാണ് ജനന സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുത്തി നൽകിയതെന്നും മുനിസിപ്പാലിറ്റി ചൂണ്ടിക്കാട്ടി. എന്നാൽ അത്തരമൊരു കരാറിനെക്കുറിച്ച് അറിയില്ലെന്ന് ഹർജിക്കാരൻ പറഞ്ഞു. M5 ന്യൂസ്, കൊച്ചി. അന്തരിച്ച നേതാക്കളെ അധിക്ഷേപിച്ച് പോസ്റ്റ് വിനായകനെതിരെ അന്വേഷണം നടത്താൻ DGPക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. സമൂഹമാധ്യമത്തിലൂടെ VS അടക്കം മരണമടഞ്ഞ പ്രമുഖ നേതാക്കളെ നടൻ വിനായകൻ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ DGPക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. നിരവധി പരാതികളാണ് DGPക്ക് വിനായകനെതിരെ
സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും ലഭിച്ചിരിക്കുന്നത്. എന്നാൽ വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റകരമായ അധിക്ഷേപ പരാമർശങ്ങളില്ലെന്ന അഭിപ്രായവും നിയമ വിദഗ്ധർ പറയുന്നു. അതേസമയം കേന്ദ്ര ബാലാവകാശ കമ്മീഷനും മഹാരാഷ്ട്ര സൈബർ സെല്ലിലും അടക്കം വിനായകനെതിരെ പരാതി എത്തിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പ്രൊഫൈൽ ചിത്രമടക്കം ഫേസ്ബുക്ക് പോസ്റ്റിൽ അനുമതി കൂടാതെ ഉപയോഗിച്ചുവെന്ന മുംബൈ മലയാളിയുടെ പരാതി കേരള DGPക്കും ലഭിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളിലൊന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് പുറമെ ഉമ്മൻചാണ്ടി, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, K. കരുണാകരൻ, ജോർജ് ഈഡൻ എന്നിവരുടെ പേരുകൾ കുറിച്ചുകൊണ്ടായിരുന്നു മോശപ്പെട്ട ഭാഷയിൽ വിനായകൻ പോസ്റ്റ് പങ്കുവച്ചത്. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മുതിർന്ന താരങ്ങളുടെ അടക്കം പിന്തുണ ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. ചരിത്രത്തിൽ ഏറ്റവും അധികം നോമിനേഷനുകളുള്ള ഇത്തവണ കടുത്ത മത്സരം തന്നെ നടക്കും എന്നുറപ്പാണ്. 6 പേര് മത്സരരംഗത്തേക്കുള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് വാശിയേറിയ പോരാട്ടം. മുതിർന്ന താരങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പിന്തുണ ജഗദീഷിനുണ്ടെന്നാണ് സൂചന. ശ്വേതാ മേനോൻ അടക്കമുള്ള മറ്റ് സ്ഥാനാർത്ഥികളും പരമാവധി പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. ആരോപണ വിധേയരായ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം അനൂപ് ചന്ദ്രനും ആസിഫ് അലിയും അടക്കമുള്ളവർ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെ അമ്മ ഭരണസമിതി രാജിവെച്ച് 1 വർഷത്തിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടങ്ങളിലേക്കാണ് നീങ്ങുന്നത്. മത്സരരംഗത്തേക്കില്ലെന്ന മോഹൻലാൽ അറിയിച്ചതിന് പിന്നാലെ 6 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, രവീന്ദ്രൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരരംഗത്തുള്ളത്. ജയൻ ചേർത്തല, കുക്കു പരമേശ്വരൻ, ബാബുരാജ്, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. നടൻ ജോയ് മാത്യു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെങ്കിലും പേരിലെ പ്രശ്നം കാരണം പത്രിക തള്ളിപ്പോയി. കൂടുതൽ യുവാക്കളും സ്ത്രീകളും ഇപ്രാവശ്യം മത്സരരംഗത്തുണ്ട്. അതേസമയം ബാബുരാജും ജയൻ ചേർത്തലയും അടക്കമുള്ള മുൻ ഭരണസമിതിയിലെ അംഗങ്ങൾ ഇപ്രാവശ്യവും മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ആരോപണ വിധേയരെ മാറ്റി നിർത്തണമെന്ന അഭിപ്രായം ശക്തമായി സംഘടനകത്തുള്ള അംഗങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. നടൻ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. നടി നവ്യ നായർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അൻസിബ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കും. M5 ന്യൂസ്, കൊച്ചി. നടനും മക്കൾ നീതിമയം അധ്യക്ഷനുമായ കമലഹാസൻ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് പാർലമെന്റിൽ അരങ്ങേറ്റം കുറിച്ചു. രാജ്യസഭാ പ്രവേശനം കമലഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മക്കൾ നീതിമയം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചെങ്കിലും ഭരണകക്ഷിയായ DMK പിന്തുണ നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് കമലഹാസന് DMK രാജ്യസഭാ സീറ്റ് നൽകിയത്. പാർലമെന്റിലേക്കുള്ള യാത്ര തനിക്ക് ഏറെ അഭിമാനകരമാണെന്ന് കമലഹാസൻ പറഞ്ഞു. നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂൺ 6-ന് തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ കമലഹാസൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവർക്കൊപ്പമായിരുന്നു അദ്ദേഹം എത്തിയത്. ജൂൺ 12-ന് കമലഹാസനും മറ്റു 5 പേരും തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ചെന്നൈ സെക്രട്ടേറിയറ്റിൽ റിട്ടേണിംഗ് ഓഫീസർ സുബ്രഹ്മണ്യ തെരഞ്ഞെടുപ്പ് സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് ആരോപണം. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തട്ടിപ്പിന് ഇരയായവരുടെ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവാത്തതിൽ പരാതിക്കാർ തൃത്താല പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഞാങ്ങാട്ടിരി മാട്ടായയിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പുൾപ്പെടെ സാമ്പത്തിക ക്രമക്കേടുകളും നടന്നതായി ആരോപണം. CPMന്റെ നിയന്ത്രണത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 1 വർഷം മുൻപ് ബാങ്കിൽ നിക്ഷേപം നടത്തിയ ചിലർ നിക്ഷേപ തുക പിൻവലിക്കാനായി ബാങ്കിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചതോടെയാണ് നിക്ഷേപകരിൽ ആശങ്ക പടർന്നത്. ക്രമക്കേട് പുറത്തായതോടെ നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തി. നിരവധി പേരുടെ പണം നഷ്ടമായെങ്കിലും കുറച്ച് ആളുകളുടെ പരാതി മാത്രമാണ് പോലീസ് സ്വീകരിക്കാൻ തയ്യാറായത് എന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. തുടർന്ന് മറ്റു പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. മുഴുവൻ പരാതിക്കാരുടെയും പരാതികൾ സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. 1 മാസം പിന്നിട്ടിട്ടും തൃത്താല പോലീസ് പരാതികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിന്റെയും കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പരാതിക്കാർ ഉൾപ്പെടെയുള്ളവർ തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചത്. തൃത്താല പഞ്ചായത്തിലെ മാട്ടായയിൽ പ്രവർത്തിക്കുന്ന വനിതാ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് CPMന്റെ നേതാക്കന്മാരായിട്ടുള്ള അവരുടെ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നതായിട്ട് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ തവണ പരാതിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലീസിനെ സമീപിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അവസ്ഥ. ഇതിൽ ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്യാൻ തന്നെ നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തേണ്ടി വന്നു. അപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ അവിടെ ബാങ്കിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരാതി സ്വീകരിച്ച് FIR ഇടാൻ പോലീസ് തയ്യാറായത്. ഇവിടെ 10-ലേറെ പരാതിക്കാരുണ്ട് ഇത് ചീറ്റിംഗ്
അതിൽ വിധേയരായിട്ടുള്ള ഏറ്റവും സാധാരണക്കാർ പലരും അവരുടെ പെൻഷൻ കാശ് നിക്ഷേപിച്ചിട്ടുണ്ട്, ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് നാട്ടുകാർ പിരിച്ചു നൽകിയ സഹായധന അടക്കം ഇതിൽ നിക്ഷേപിച്ചിട്ട് അതൊന്നും ഉപകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ ഈ ക്രമക്കേടിന് വിധേയമായിരിക്കുകയാണ്. കോടികളുടെ വെട്ടിപ്പാണ് CPM-ന്റെ നേതാക്കന്മാർ, അതിൽ CPM-ന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ അടക്കമുണ്ട്, അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് തുടക്കം തൊട്ട് തന്നെ പ്രതികളെ സംരക്ഷിക്കാനും ഈ കേസ് അട്ടിമറിക്കാനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായി തന്നെ ഉയരുന്നത്. അപ്പോൾ ആദ്യത്തെ 4 FIR രജിസ്റ്റർ ചെയ്ത് ബാക്കിയുള്ള പരാതിക്കാരുടെ കയ്യിൽ നിന്ന് പരാതി വാങ്ങാനോ FIR അതിൽ ഓരോന്നിലും രജിസ്റ്റർ ചെയ്യാനോ പോലീസ് തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം ഇക്കാര്യത്തിൽ പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ജൂൺ മാസം 19-ാം തീയതിയാണ് ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, 2 ആഴ്ചക്കകം പരാതിക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്നും പരാതി സ്വീകരിച്ച് അവയിൽ ഓരോന്നിലും FIR സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടണമെന്ന് 2 ആഴ്ചക്കകം ഇടണമെന്ന് കഴിഞ്ഞ ജൂൺ മാസം 19-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ഇതുവരെയായിട്ടും അതിന്റെ സർട്ടിഫൈഡ് കോപ്പി കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നത്. പക്ഷേ 1 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പരാതിക്കാരായിട്ടുള്ള ആളുകളും ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് ഇന്ന് പോലീസ് അധികാരികളെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി വന്നത്. വളരെ കൃത്യമായി തന്നെ ഞങ്ങളത് സംസാരിച്ചു. അടിയന്തരമായി തന്നെ ഈ മുഴുവൻ പരാതിക്കാരിൽ നിന്നും പരാതി സ്വീകരിച്ച് FIR ഇടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടുണ്ടാവും എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ഏറെ നടന്ന ചർച്ചകൾക്കൊടുവിൽ അടിയന്തര പ്രാധാന്യത്തോടെ മുഴുവൻ പരാതിയിലും കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന പോലീസ് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം പ്രതിഷേധം അവസാനിപ്പിച്ചു. M5 ന്യൂസ്, പാലക്കാട്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ശക്തമായി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വയനാട്ടിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ കാറ്റും വീശുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എവിടെയും വെള്ളം കയറിയിട്ടില്ല. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചോറൊഴിവാക്കി ചപ്പാത്തി മാത്രം ജയിൽ ചാട്ടത്തിനായി ഗോവിന്ദച്ചാമിയുടെ സ്പെഷ്യൽ ഡയറ്റ്. ജയിൽ ചാടിയ ഉടൻ തന്നെ പദ്ധതിയിട്ടത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും അവിടെ നിന്ന് നാട് വിടാനുമെന്ന് ഗോവിന്ദച്ചാമി. ടാർസൺ പോലും ചെയ്യാത്ത രീതിയിലാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. ദുരൂഹത ആരോപിച്ച VD സതീശൻ. ആഭ്യന്തര വകുപ്പ് എന്ന സിസ്റ്റം കൂടി തകരാറിലായെന്ന് മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ. പ്രതിയെ പിടികൂടിയ പോലീസുകാരോട് നന്ദിയുണ്ടെന്ന് സൗമ്യയുടെ അമ്മ തിരഞ്ഞെടുപ്പ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്തുണ ജഗദീഷിന്. പിന്തുണ ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാശിയേറിയ പോരാട്ടം. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യത. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.